കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയിൽ 5 വർഷത്തിലേറെ പരിചയമുള്ള ഒരു ഇന്ത്യൻ ടെക് ജീവനക്കാരൻ അമേരിക്കയിൽ നല്ലൊരു ഭാവിയുള്ള പാതയിലായിരുന്നു. അവർ കഠിനാധ്വാനം ചെയ്തു, പഠനം പൂർത്തിയാക്കി, H-1B വിസയിൽ ജോലി നേടി, പ്രൊമോഷൻ വരെ കിട്ടി. അവരുടെ അമേരിക്കൻ സ്വപ്നത്തിലെ അടുത്ത പ്രധാന പടി ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കുക എന്നതായിരുന്നു. ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ കമ്പനി ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം. പേം ലേബർ സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ജോലി ചെയ്യാൻ അമേരിക്കൻ പൗരന്മാർ ആരുമില്ലെന്ന് അമേരിക്കൻ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അതിനായി ഫിൻടെക് എന്ന കമ്പനി ഡാറ്റ സയന്റിസ്റ്റ് എന്ന തസ്തികയിലേക്ക് പരസ്യം നൽകി. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. 400-ലധികം ആളുകൾ ഈ ജോലിക്ക് അപേക്ഷിച്ചു. ഇത്രയധികം അപേക്ഷകൾ വന്നത് കമ്പനിയെ ശരിക്കും പേടിപ്പിച്ചു. പല അപേക്ഷകരും യോഗ്യരല്ലാത്തവരായിരുന്നു. എങ്കിലും US തൊഴിൽ വകുപ്പിൽ നിന്ന് ഒരു അന്വേഷണം വരുമോ എന്ന് കമ്പനി ഭയന്നു. അതുകൊണ്ട് തൽക്കാലം ഗ്രീൻ കാർഡ് നടപടികൾ നിർത്തിവെക്കാൻ കമ്പനി തീരുമാനിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. പല ഇന്ത്യൻ H-1B വിസ ഉടമകളും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുമ്പോൾ വ്യാജ അപേക്ഷകൾ കാരണം അവരുടെ അപേക്ഷകൾ വൈകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചിലപ്പോൾ ഈ അപേക്ഷകൾ ബോട്ടുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഏജൻസികൾ വഴിയോ ഉണ്ടാക്കുന്നതാണ്. ഇത് അമേരിക്കയിൽ ധാരാളം കഴിവുള്ള ആളുകളുണ്ട് എന്നൊരു തെറ്റായ ധാരണ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയൊരു സ്ഥിതി അവിടെയില്ല. ഇപ്പോൾ കമ്പനി മറ്റൊരു രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. AI/ML എഞ്ചിനീയർ എന്ന പുതിയൊരു തസ്തികയിൽ പരസ്യം നൽകി വീണ്ടും ശ്രമിക്കാനാണ് അവരുടെ ആലോചന. കാരണം ഈ ജോലി ശരിക്കും ചെയ്യുന്നത് AI/ML എഞ്ചിനീയറുടെ ജോലിയാണ്. പക്ഷേ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ടെക് ജോബ് ഓൺലൈനിൽ ഇട്ടാൽ ആയിരക്കണക്കിന് അപേക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ അനുഭവം ഒഴിവാക്കാൻ കമ്പനികൾ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ജോലിയുടെ പേര് കൃത്യമായി നൽകാനും പ്രധാനപ്പെട്ട ടെക് സ്കിൽസ് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാനും യോഗ്യതയില്ലാത്തവർ അപേക്ഷിക്കാതിരിക്കാൻ ബിരുദാനന്തര ബിരുദം നിർബന്ധമാക്കാനും അവർ ശ്രമിക്കുകയാണ്. ഇതൊരു ദുഃഖകരമായ അവസ്ഥയാണ്. പല ഇന്ത്യൻ വിദ്യാർത്ഥികളും അമേരിക്കയിൽ പഠിക്കാൻ ഒരുപാട് പണം മുടക്കുന്നു, H-1B വിസയിൽ കഠിനാധ്വാനം ചെയ്യുന്നു, അതിനുശേഷം സ്ഥിരതാമസമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു. എന്നാൽ ഈ ടെക് ജീവനക്കാരെ പോലെ കഴിവുള്ള പല പ്രൊഫഷണൽസിനും ഗ്രീൻ കാർഡ് കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തെറ്റായ രീതിയിലുള്ള അപേക്ഷകൾ കാരണം നല്ല അപേക്ഷകരെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഗ്രീൻ കാർഡ് നേടുക എന്നത് ഇപ്പോൾ കഴിവ് തെളിയിക്കുന്നതിലുപരി വൈകിയെത്തുന്നതും വ്യാജ അപേക്ഷകൾ നിറഞ്ഞതും നൂലാമാലകൾ ഉള്ളതുമായ ഒരു കടമ്പ കടന്നു പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല ഇന്ത്യക്കാരുടെയും ഗ്രീൻ കാർഡ് സ്വപ്നം എന്നത്തേക്കും കൂടുതൽ നീളുന്നതും ഉറപ്പില്ലാത്തതുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രീൻ കാർഡ് കിട്ടാനുള്ള വഴി ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതും തീർച്ചയില്ലാത്തതുമായി മാറിയെന്ന് പറയുന്നതാണ് ശരി. DOL അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ സൂക്ഷ്മ പരിശോധന ഭയന്നാണ് കമ്പനി ഗ്രീൻ കാർഡ് നടപടികൾ നിർത്തിയത്. 400-ലധികം അപേക്ഷകൾ വന്നപ്പോൾ ഇത് ഓഡിറ്റിന് കാരണമാകുമെന്ന് കമ്പനി കരുതി. ഓഡിറ്റ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വൈകാനും സങ്കീർണമാകാനും സാധ്യതയുണ്ട്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും അല്ലാതെയും DOL ഓഡിറ്റുകൾ നടത്താറുണ്ട്. അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഓഡിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഡിറ്റ് സമയത്ത് തൊഴിലുടമകൾ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നൽകണം. അമേരിക്കൻ പൗരന്മാരെ എന്തുകൊണ്ട് നിയമിച്ചില്ല എന്നുള്ള കാരണവും വ്യക്തമാക്കണം. ഇത് പേമിന്റെ സമയപരിധി കൂടുതൽ നീട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തെന്നും വരും. തൊഴിലുടമകൾ അമേരിക്കൻ പൗരന്മാർക്ക് അവസരം നൽകുന്നില്ലെങ്കിൽ DOL ഇടപെടാൻ സാധ്യതയുണ്ട്. യോഗ്യരായ അമേരിക്കൻ പൗരന്മാർ ഉണ്ടായിട്ടും അവരെ നിയമിക്കാതെ വിദേശികളെ നിയമിച്ചാൽ പേം അപേക്ഷ നിരസിക്കും. ഈ കേസിൽപ്പെട്ട ഇന്ത്യൻ ജീവനക്കാരൻ H-1B വിസയിലാണ് ഫിൻടെക് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അടുത്തിടെ ഇദ്ദേഹത്തിന് AI/ML എഞ്ചിനീയർ 3 ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. ആദ്യം പേം അപേക്ഷിച്ചത് ഡാറ്റ സയന്റിസ്റ്റ് 2 എന്ന തസ്തികയിലേക്കായിരുന്നു. സ്ഥാനക്കയറ്റം കിട്ടിയത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. കമ്പനി ഇപ്പോൾ പഴയ അപേക്ഷ റദ്ദാക്കി പുതിയ തസ്തികയിലേക്ക് പേം നടപടികൾ ആരംഭിക്കാൻ ആലോചിക്കുകയാണ്. എന്നാൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് വീണ്ടും തുടങ്ങേണ്ടി വരും. 2025-ലെ കണക്കനുസരിച്ച് ഒരു ഓഡിറ്റും അല്ലെങ്കിൽ പേം പ്രോസസ്സിംഗ് സമയം ഏകദേശം 500 ദിവസമാണ്. ഇത് ഗ്രീൻ കാർഡ് പ്രക്രിയയിലെ ആദ്യത്തെ പടിയാണ്. ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ ദശാബ്ദങ്ങൾ തന്നെ എടുക്കും. കാരണം ഓരോ രാജ്യത്തിനും ഒരു നിശ്ചിത എണ്ണം വിസകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.